ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ അടൂർ ബൈപ്പാസിൽ ആരോഗ്യരംഗത്തുള്ള ആൾക്കാർ അവിടുത്തെ ഹോട്ടലുകളിലെല്ലാം റെയ്ഡ് നടത്തുകയും അതിൽ നിന്ന് ധാരാളം പഴകിയ വസ്തുക്കളും എക്സ്പയറായ സാധനങ്ങളും ചീഞ്ഞതും നാറിയതുമായ ഒരുപാട് സാധനങ്ങളാണ് പിടിച്ചെടുത്തത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് യുവാക്കളും യുവതികളും ഒക്കെ ധാരാളം വെളിയിൽ നിന്ന് ആഹാരം കഴിക്കുന്നവരാണ്. നിങ്ങളൊക്കെ ഈ മാലിന്യമാണോ കഴിക്കേണ്ടത്? നിങ്ങൾ തന്നെ ആലോചിക്കുക. കരിച്ചും പുകച്ചും കളയാനുള്ളതാണോ നമ്മുടെ ജീവിതം എന്ന് ആലോചിക്കുക. നിങ്ങൾ തന്നെ ഒരു മുന്നേറ്റം നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ ആഹാരം കഴിക്കേണ്ട നിർബന്ധാവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ ഹോട്ടലുകളും നമ്മുടെ സമൂഹത്തിലെ ഇത്തരം സർവീസുകളൊക്കെ മെച്ചപ്പെട്ടതാക്കി എടുക്കുന്നതിൽ ചെറുപ്പക്കാർക്ക് ഒരു വലിയ റോളുണ്ട്. സർക്കാരിനെ എല്ലാ കാര്യത്തിലും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് ആൾക്കാർ ഇത് കൈക്കൂലിയൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ആക്ഷനും എടുക്കാതെ നിൽക്കുന്ന ആൾക്കാരാണ്. ഇന്ന് കേരളം മുഴുവനുള്ള അവസ്ഥ ഇതാണ്. നമ്മളൊരു സ്ഥലത്ത് പിടിച്ചപ്പോൾ മാത്രമേ ഇത് അറിയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഫയർ എഞ്ചിൻ്റെ ശബ്ദമല്ല നമ്മളെപ്പോഴും കേൾക്കുന്നത്, ആംബുലൻസിൻ്റെ ശബ്ദമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ ധാരാളം ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെ സൂചിപ്പിക്കാനും സന്തോഷിപ്പിക്കാനുമായിട്ട് അതിനകത്ത് ചേർക്കുന്ന ടേസ്റ്റ് മേക്കേഴ്സ് ആയാലും പ്രിസർവേറ്റീവ്സ് ആയാലും അതുപോലെ കളറായാലും അതുപോലെ പഴകിയ എണ്ണ, അതുപോലെ അമിതമായ കൊഴുപ്പ്, ഇതെല്ലാം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഗുരുതരമായ മാരകമായ രോഗങ്ങളുണ്ടാക്കാൻ കഴിയുന്ന സാധനങ്ങളാണ്. ഇന്ന് 30 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാം രോഗികളാകുകയാണ്. ഹോസ്പിറ്റലുകളിലൊന്നും ഒരു ബെഡ് പോലും കിട്ടാത്ത അവസ്ഥയാണിപ്പോൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അമേരിക്കയിൽ നിന്നുള്ള വൻകിട കമ്പനികളൊക്കെ കേരളത്തിലെ ഹോസ്പിറ്റൽ രംഗത്തും പിന്നെ മെഡിക്കൽ രംഗത്തുമൊക്കെ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരുന്നു. അത് നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സൈനായിട്ടല്ല കാണേണ്ടത്, നമ്മുടെ രോഗത്തിൻ്റെ ഒരു സൈനായിട്ട്, നമ്മുടെ സമൂഹം എത്ര കണ്ട് രോഗാതുരമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനായിട്ടാണ് കാണേണ്ടത്.